നിങ്ങൾക്ക് എത്ര നല്ല മനോഹരമായിട്ട് ഭർത്താവിന്റെ കൂടി നിർത്താം, സിഗരറ്റ് വലിയ എഴുതാം, ഭർത്താവിനെ കെട്ടിയും കുടിക്കുക. എന്താ പറയാ, ഭർത്താവേ എനക്ക് നിങ്ങൾ വേണം, നിങ്ങളില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റൂല എന്ന് പറയുന്ന ഏതെങ്കിലും ഭാര്യയുടെ ഭർത്താവ് സിഗരറ്റ് വലിക്കുന്ന ചരിത്രമുണ്ടോ? ഇല്ല. നിങ്ങൾ എങ്ങനെയാ സിഗരറ്റ് വലിക്കുന്ന കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ഭർത്താവ് രണ്ട് പിന്നെയും വലിക്കും. ശരിയാണോ? അതുകൊണ്ട് ഇന്ന് മുതൽ നമുക്കിത് നിർത്തി കാണിച്ചു കൊടുക്കണം. എൻ്റെ അച്ഛൻ സിഗരറ്റും കള്ളും എല്ലാം നല്ല വലിക്കുന്ന ആളായിരുന്നു. പക്ഷെ 8ാം ക്ലാസ്സിൽ നിന്ന് രാഘവേന്ദ്ര മാഷ് പറഞ്ഞതുകൊണ്ട് അച്ഛൻ്റെ വയ്യന്നെ നടത്തുന്നതുകൊണ്ട് അച്ഛൻ സിഗരറ്റും കള്ളുകൂടി നിർത്തി ഞാൻ കണ്ടിട്ടുണ്ട്. അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛനില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇത് അടന്നുപോയി. അതുകൊണ്ടാ ഈ അനുഭവത്തിലാണ് ഞാൻ പറഞ്ഞത്, പറ്റും, നമുക്കൊക്കെ പറ്റും. പക്ഷെ സിഗരറ്റ് വലിച്ചതും കള്ളു കുടിക്കുന്നതും ഒരു അസുഖമാണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കിയട വെച്ചോ. കേരളത്തിൽ, ലോകത്ത് വേറെ ഒരു ട്രീറ്റ്മെന്റ്, വേറൊരു അസുഖത്തിനും ട്രീറ്റ്മെന്റ് ഇല്ല. പ്രമേഹം വന്നാൽ ട്രീറ്റ്മെന്റ് ഉണ്ടാ, ഗുളികയും ഇൻസുലിനും കുടിച്ച് നിയന്ത്രിക്കാൻ പറ്റും. BP വന്നാൽ നിയന്ത്രിക്കാൻ ഗുളിക കുടിച്ചിട്ട് മാറുമോ? ഇല്ല. ക്യാൻസർ വന്നാൽ മാറുമോ? അവയവം കരിച്ചു മാറ്റാം, മുറിച്ചു മാറ്റാം. പക്ഷെ സിഗരറ്റ് വലിക്കലും കള്ളു കുടിക്കലും കഞ്ചാവ് വലിക്കലും കൃത്യമായി ചികിത്സയുള്ള സംവിധാനം ഈ ലോകത്തുണ്ട്. എക്സൈസിന്റെ വിമുക്തി എന്ന് പറഞ്ഞ പരിപാടിയിൽ സിഗരറ്റ് വലിക്കാൻ നിർത്തുന്ന ആളുകൾ അവിടെ പോയാൽ മതി, 40 ദിവസം കൊണ്ട് ഓല് നിർത്തിയും കിട്ടിയിരുന്നു. കള്ളു കുടിക്കുന്ന പോലെ അവിടെ പോയാൽ മതി, 40 ദിവസം കൊണ്ട് കള്ളുകൂടി നിർത്തും. അല്ലാണ്ട് കള്ളു കുടിക്കുന്ന ഭർത്താവിനെ അടിച്ചിട്ടൊന്നും കാര്യമില്ല. അത് സൂക്കേടാണ്. ആ സൂക്കേട് മാറ്റണേ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാൻ തന്നെ വേണം. ആരെങ്കിലും അത് മനസ്സിലാക്കിയ പിന്നെ എങ്ങനെ നമ്മൾ നാട് തന്നവ. അതുകൊണ്ട് ഇന്നോട്ട് സൂക്ഷിക്കണം.